നമുക്കൊരു കഥ കേട്ടാലോ? എന്റെ ഈ കോസ്റ്റ്യൂമും ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഡിഷും ഒക്കെ കണ്ട് ഇതൊരു ഓണക്കഥയാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇതൊരു ഓണക്കഥയല്ല, മറിച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഓണ സമ്മാനത്തിന്റെ കഥയാണിത്. കുറച്ച് വർഷങ്ങൾ നമുക്ക് പുറകോട്ട് പോയാലോ? അയ്യോ, അത്രയൊന്നും വേണ്ടടോ. എന്താടോ ഇത്, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ആ ആ ആ ഇവിടെ സ്റ്റോപ്പ്. യെസ്, വർഷം 2012. ഈ ബയോളജിക്കൽ വേൾഡിന്റെയും ടെക്നിക്കൽ വേൾഡിന്റെയും അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ലാസ്റ്റോട് കൂടെ ഡെലിവറി ആകേണ്ടിയിരുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ഫാസ്റ്റ് ഡെലിവറി ചാർജോ ഒരു എക്സ്ട്രാ പേയ്മെന്റോ ഒന്നുമില്ലാതെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഡെലിവറി ആയി. ഇപ്പൊ നിങ്ങൾ ഓർക്കും, അന്ന് തൊട്ടേ എനിക്ക് ഓൺലൈൻ ഗിഫ്റ്റ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നതെന്ന്. ഇതൊരു ഓൺലൈൻ ഗിഫ്റ്റ് അല്ലായിരുന്നു കേട്ടോ, ഇതൊരു ലൈവ് ഗിഫ്റ്റ് ആയിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും എല്ലാം ഉത്തരമായി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദിവസത്തിൽ, തിരുവോണത്തിന് വെറും 2 ദിവസം മുമ്പ് അവൻ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സുഖമൊന്നും ആയിരുന്നില്ല കേട്ടോ അവന്റെ വരവ്. ഇന്നത്തെ പോലെ വീട്ടുകാർ മുഴുവൻ ലേബർ റൂമിൽ നിൽക്കുന്ന ഒരു കാലമൊന്നും അല്ലായിരുന്നല്ലോ അത്. എന്തിന്, ഒരു നഴ്സായി പോയതുകൊണ്ട് ഒന്ന് ഒച്ചയെടുത്ത് കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്ങാനും കരഞ്ഞു പോയാൽ അപ്പൊ അവര് പറയും, നീ നഴ്സല്ലേ, എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നേന്ന്. നഴ്സുമാർക്ക് അറിയാൻ പാടില്ല പോലും. നമ്മുടെ പെർഫോമൻസ് അങ്ങ് കൂടിപ്പോയാൽ പിന്നെ അവർ പറഞ്ഞു കളയും, ഇത്രയും വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ മോളെ നീ വേണ്ടാത്ത പണിക്ക് പോയേന്ന്. അതൊക്കെ പോട്ടെ, പെർഫോമൻസിന്റെ കാര്യത്തിൽ അവൻ എന്റെ അത്ര പോരായിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു എമർജൻസി സിസേറിയൻ തന്നെയായിരുന്നു. അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഒരു കുഴപ്പവുമില്ലാതെ പുറത്തു വരാൻ, അതിപ്പോ ജീവൻ കൊടുക്കേണ്ടി വന്നാലും നമ്മൾ അമ്മമാരന്ന് റെഡിയാവുമല്ലോ. യെസ്, അങ്ങനെ ദീർഘനേരത്തെ കാറ്റും കോളും ഒക്കെ അടങ്ങിയ ഏതോ ഒരു മണിക്കൂറിൽ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, ജിജി മോനാണ്, കുഞ്ഞ് ഓക്കെയാണ്, പക്ഷെ ശ്വാസം എടുക്കാൻ അവന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവനെ നമ്മൾ NICയിൽ വെച്ചേക്കുവാണ്, അതുകൊണ്ട് ജിജിക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല. ആ ബെസ്റ്റ്, ഇതിനാണോടെ മോനെ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? എന്തായാലും അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ അവനൊരു ആൺകുട്ടി തന്നെ ആയിരിക്കും എന്നുള്ള ചിന്ത എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആൺകുട്ടികൾക്കുള്ള പേര് മാത്രമാണ് കണ്ടുവച്ചിരുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം അവന്റെ കുഞ്ഞു കൈ എന്റെ മുഖത്ത് തട്ടിയത് ഇന്നലെ എന്നോണം ഞാൻ ഇന്നും ഓർക്കുന്നു. അവനെ എന്റെ മാറോട് ചേർത്തപ്പോൾ ഈ ലോകത്തെ മുഴുവൻ ജയിച്ച സന്തോഷമുണ്ടായിരുന്നു എന്റെ മുഖത്ത്. അന്നു മുതൽ ദാ ഇന്ന് വരെ എന്റെ ജീവന്റെ ജീവനായി എന്നിൽ അലിഞ്ഞു ചേർന്ന എന്റെ തങ്കക്കുടം. നീ കരയുന്നത് കൊണ്ട് ഞാൻ ആദ്യമായും അവസാനമായും ചിരിച്ച ദിവസം, എന്നിലെ സ്ത്രീ ഒരു അമ്മയായി പിറന്ന ദിവസം. യെസ്, ലെറ്റ് സെലിബ്രേറ്റ് അവർ ബർത്ത്ഡേ ടുഗദർ വിത്ത് ദിസ് പായസം. ഹാപ്പി ബർത്ത്ഡേ അലിസേ, ഗോഡ് ബ്ലെസ് യു. ചക്കര ഉമ്മയുടെ മുത്തുസേ.